Hello children. നിങ്ങൾക്ക് ന്യൂസ് കിട്ടിയല്ലോ CBSE 10th സ്റ്റാൻഡേർഡ് ബോർഡ് എക്സാംസ് ഹാവ് ബീൻ ക്യാൻസൽഡ്. ഹോപ്പ് യു ഓൾ കുഡ് ഡൈജസ്റ്റ് ദിസ് ന്യൂസ് അല്ലേ? ഇത് ശരിക്കും നമുക്കൊരു സമയം വേണം ഈ ന്യൂസ് ഒന്ന് ഡൈജസ്റ്റ് ആവാൻ. ദിസ് മസ്റ്റ് ഹാവ് കം ആസ് എ ഗുഡ് ന്യൂസ് ഫോർ മെനി ആൻഡ് മെനി ആർ റിയലി സാഡ് അബൌട്ട് ഇറ്റ്, റൈറ്റ്? ഇപ്പം തീരെ പഠിക്കാതെ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാൻ വിചാരിച്ച കുട്ടികൾ ഓക്കെ ഒരു 40-50% കിട്ടിയാൽ മതി എന്നുള്ളൊരു ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അവർക്കിതൊരു ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഫ്രം ദ ബോർഡ് ദാറ്റ് ഇറ്റ് ഹസ് ക്യാൻസൽ ദ എക്സാംസ് അല്ലേ. അപ്പോൾ അവർക്കത് ഒരു സന്തോഷമാണ്. ഇനി അതും കൂടി പഠിക്കണ്ടല്ലോ, ലാസ്റ്റിൽ പഠിക്കാൻ വെച്ചതും നമുക്ക് ഒഴിവാക്കാം. But then there are a set of children who have been working since the beginning of the year and regularly, sincerely, steadfastly അല്ലേ, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത കുട്ടികളുമുണ്ട്. അവർക്ക് ശരിക്കും ഇതൊരു ഷോക്കായിട്ടാണ് ഉള്ളത് അല്ലേ. ഇനിയിപ്പം ഞാൻ ഇതുവരെ പഠിച്ചതൊക്കെ ഒന്ന് വേസ്റ്റ് ആയി പോയല്ലോ, ഇനി എക്സാം എഴുതിയാലല്ലേ എനിക്ക് എൻ്റെ കഴിവുകളൊക്കെ ഒന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുക. ഈ എക്സാം എന്നില്ലെങ്കിൽ ഞാനും പഠിക്കാതെ ടൈം പാസ് ആക്കിയിട്ടുണ്ടാവാൻ മതിയായിരുന്നു. ഇങ്ങനെ വിചാരിക്കുന്ന കുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. See children, once you're in 10th standard, it is your duty to study അല്ലേ. ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. 10th-ലെത്തിയാൽ അതിനനുസരിച്ച് 10th സ്റ്റാൻഡേർഡിൽ എന്തൊക്കെ പഠിക്കാനുള്ളത് അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അത്രയും നോളജ് നിങ്ങൾ അത് മനസ്സിലാക്കി ആ കോൺസെപ്റ്റ്സ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടാവണം. അത് എന്തിനാണ്? നോട്ട് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് റൈറ്റിംഗ് എക്സാം ആൻഡ് ഗെറ്റിംഗ് യുവർ മാർക്സ്. ആ സ്റ്റേജ്, in that age when you're reaching 10th standard, that much knowledge you need to have. That will help you for your higher education അല്ലേ. ആ നോളജ് ഇല്ലാതെയും നിങ്ങൾ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോവും, ബട്ട് ദെൻ ഹയർ എഡ്യൂക്കേഷൻ വിൽ ബിക്കം എ ബിറ്റ് ഡിഫിക്കൾട്ട് ഫോർ യു. ബട്ട് ദെൻ 10th സ്റ്റാൻഡേർഡിൽ നല്ലോണം പഠിച്ചിട്ട് 11th-ലേക്ക് പോകുന്ന കുട്ടികൾ, ദേ ഓൾവേസ് ഫൈൻഡ് 11th സ്റ്റാൻഡേർഡ് ലൈക്ക് എ കണ്ടിന്യൂവേഷൻ ഓഫ് വാട്ട് ദേ ഹാവ് സ്റ്റഡീഡ് ആൻഡ് ദേ ഫൈൻഡ് ഇറ്റ് ഈസി. ഇതൊരിക്കലും മനസ്സിൽ കൊണ്ടുവരരുത് ദാറ്റ് വാട്ട് യു ഹാവ് സ്റ്റഡീഡ് ഹാസ് ഗോൺ വേസ്റ്റ്. ഓക്കെ, യു ഹാവ് ഡൺ യുവർ ഡ്യൂട്ടി, യു ഹാവ് ഡൺ വാട്ട് യു ആർ സപ്പോസ് ടു ഡു അല്ലേ. ഈ 10th-ലെത്തിയിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. സോ ബൈ സ്റ്റഡിയിങ് യു ഹാവ് നോട്ട് ഡൺ എനി വേസ്റ്റ്. ദിസ് നോളജ് ഇസ് നോട്ട് ഗോയിങ് ടു കോസ് എനി കൈൻഡ് ഓഫ് ലോസ് ഫോർ യു. ദ ടൈം ദാറ്റ് യു ഹാവ് സ്പെൻഡ് ഇൻ ഗെയിനിങ് ദിസ് നോളജ് ഇസ് ഓൾവേസ് ഗോയിങ് ടു ബി ബെനിഫിഷ്യൽ ഫോർ യു. ഓക്കെ, അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക അല്ലേ. ഈ എക്സാം ഇല്ലെങ്കിലും എന്താ, എനിക്ക് ഇതൊക്കെ അറിയാമല്ലോ, എനിക്ക് ഇത്രയും പഠിച്ച് ഞാൻ കഴിഞ്ഞല്ലോ, ഒരു എക്സാം എടുത്താൽ ഞാൻ ഇത്രയും മാർക്ക് എനിക്ക് നേടുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് റിയലി എ പോസിറ്റീവ് തിങ് അബൌട്ട് യു. ഓക്കെ, യു ഹവ് റിയലി ഡൺ ഗ്രേറ്റ്, യു ഹവ് വർക്ക്ഡ് ഹാർഡ് സിൻസ് ദ ബിഗിനിങ്. നൗ ഡോണ്ട് ലൂസ് യുവർ ഹാർട്ട് തിങ്കിങ് ദാറ്റ് വാട്ട് യു ഹവ് സ്റ്റഡീഡ് ഇസ് ഓൾ ഗോൺ വേസ്റ്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉറപ്പായിട്ട് യൂസ് ആവും. ഇനി നെക്സ്റ്റ്, എക്സാംസ് ഒക്കെ ഇല്ലയെന്ന് പറഞ്ഞിട്ടും സഡൻ ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടിയിട്ടും ഒരു മനസ്സിലൊരു ആ സന്തോഷം വരാത്തത് എന്താണ്? നിങ്ങൾക്ക് റിസൾട്ട്സിൻ്റെ ടെൻഷൻ ഉണ്ട് അല്ലേ. നിങ്ങളെല്ലാവരും ഈ സർക്കുലർ വായിച്ചിട്ടുണ്ടാവല്ലോ, വിച്ച് സേസ് ദ ബോർഡ് എക്സാംസ് ഹാവ് ബീൻ ക്യാൻസൽഡ്. ഈ കാര്യമായിട്ട് പറയുന്ന ഈ സെൻറ്റൻസ് ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഫ്രം ഹിയർ ഓൺവേർഡ്സ് ദ റിസൾട്ട്സ് ഓഫ് ക്ലാസ് 10th ബോർഡ് വിൽ ബി പ്രിപ്പയർഡ് on the basis of objective criterion to be developed by the board. ഈ സെൻറ്റൻസ് ആണ് പലരുടെ മനസ്സിലും ഒരു ടെൻഷൻ കൊണ്ടുവന്നത്. ഈ സെൻറ്റൻസ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. ഫസ്റ്റ് ഷോക്ക് ഓഫ് ദ സെൻറ്റൻസ് ഇസ് ദ റിസൾട്ട്സ് വിൽ ബി പ്രിപ്പയർഡ് ബൈ ദ ബോർഡ് അല്ലേ. ബോർഡ് ഒരു റിസൾട്ട് നമ്മളെ കയ്യിൽ തരാൻ പോകുന്നുണ്ട്. അതൊരു ഷോക്കായി. ബോർഡ് എങ്ങനെ നമുക്കൊരു റിസൾട്ട് തരും, ഒരു എക്സാമും കൂടി കണ്ടക്ട് ചെയ്യാതെ. നെക്സ്റ്റ് ഷോക്ക് ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയൻ. നമുക്ക് മനസ്സിലാവാത്തൊരു വേർഡാണിത്, ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയൻ. നെക്സ്റ്റ് ഒരു ഇതിൽ നമുക്ക് കുറച്ച് ഒരു പേഷ്യൻസ് കൊണ്ടുവരുന്ന വേർഡ്സ് ആണ് നെക്സ്റ്റ്. ടു ബി ഡെവലപ്ഡ് ബൈ ദ ബോർഡ്. ഇത് നല്ല മനസ്സിലാക്കൂ. ടു ബി ഡെവലപ്ഡ് ബൈ ദ ബോർഡ് മീൻസ് ഇന്നലല്ലേ ബോർഡ് തീരുമാനിച്ചിട്ടുള്ളൂ ഇനി ബോർഡ് എക്സാം കണ്ടക്ട് ചെയ്യൂല എന്ന്. ഇനി അവർക്ക് ഒരു ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യാനുണ്ട്, അവർ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഓക്കെ, അവർ ആ ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് കുട്ടികൾക്ക് മാർക്ക് കൊടുക്കേണ്ടതെന്ന് ഓരിനി തീരുമാനിച്ചിട്ട് അവർ എല്ലാ CBSE സ്കൂൾസിന് അറിയിക്കും. എന്നിട്ട് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിസൾട്ട് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പേഷ്യൻസ് വേണം. ഓക്കെ, എന്തായിരിക്കും ഈ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ ഇനി ബോർഡ് തീരുമാനിച്ചിട്ടില്ല. ബട്ട് നമുക്ക് അത്ര പേഷ്യൻസ് ഇല്ല, നമുക്ക് എങ്ങനെയെങ്കിലും അറിഞ്ഞിരിക്കണം ആ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ എന്താണെന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് ഊഹിച്ച് നോക്കാം എന്തൊക്കെ ആയിരിക്കും ആ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ.
ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ എന്തെങ്കിലും ഒരു നെഗോഷിയേഷൻ നടക്കുന്നുണ്ട്, മീൻസ് രണ്ട് പാർട്ടിക്കും അനുകൂലമായിട്ട് ഒരു തീരുമാനം എടുക്കണം. അതിന് ഒരു ക്രൈറ്റീരിയ ബേസ്ഡ് ആവണം അല്ലേ, ഒരു ബയസ്ഡ് ഡിസിഷൻ ആവരുത്. ഇപ്പോൾ ഇവിടെ രണ്ട് ഗ്രൂപ്പ് ആരൊക്കെയാണ്? കുട്ടികളും പിന്നെ CBSEയും അല്ലേ. ഇപ്പോൾ CBSE ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ എല്ലാവർക്കും മാർക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യാൻ പറ്റില്ല. CBSEക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ കുട്ടികൾക്ക് ഞാൻ ഇത്രയും വർക്ക് ഹാർഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടേണ്ട മാർക്കല്ലല്ലോ കിട്ടിയത്, എൻ്റെ അടുത്ത് ഇറ്റ് വാസ് ഇൻജസ്റ്റിസ് ഫോർ മീ, അങ്ങനത്തെ ഒരു ഫീലിംഗ് കുട്ടികൾക്കും വരരുത്. അപ്പോൾ ആ ബേസിസിൽ ഒരു ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യണം, സോ ദാറ്റ് ദ CBSE വിൽ ഓൾസോ ഫീൽ ഫ്രീ ടു ഗിവ് ദ മാർക്സ്, ഇറ്റ് വിൽ ബി വെൽ ഡിസേർവ് ബൈ ദ ചിൽഡ്രൻ. ഓക്കെ, അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ദേ ആർ ഗോയിങ് ടു സെറ്റപ്പ്, CBSE ഈസ് ഗോയിങ് ടു സെറ്റപ്പ് സച്ച് എ ക്രൈറ്റീരിയ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ do you think they will take the pre-board marks into consideration? ഇത് അക്കോർഡിംഗ് ടു മൈ ഒപ്പീനിയൻ ചിൽഡ്രൻ, ഈ CBSE ഇസ് ഫോർ ദ എൻറ്റയർ ഓഫ് ദ കൺട്രി അല്ലെ, ഓൾ സ്റ്റേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് കൺട്രി. അപ്പോൾ എത്രയോ സ്കൂൾസിൽ ഈ എക്സാംസ് ഒക്കെ ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്തു, കുറേ സ്കൂൾസിൽ അത് ഓഫ്ലൈനായിട്ട് കണ്ടക്ട് ചെയ്തു, കുറേ സ്കൂൾസിൽ കണ്ടക്ട് തന്നെ ചെയ്തിട്ടില്ല പ്രീ ബോർഡ് എക്സാംസ്. അപ്പോൾ എങ്ങനെയാണ് പ്രീ ബോർഡ് എക്സാം എന്നൊരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാൻ പറ്റുക? പിന്നെ പ്രീ ബോർഡ് എക്സാം ആവുമ്പം ഫുൾ പോർഷൻസ് പഠിച്ചിട്ട് ദ സ്കൂൾ ഈസ് സെറ്റിംഗ് ദ പേപ്പർ. അപ്പോൾ ചില സ്കൂൾസ് പ്രീ ബോർഡ് നല്ല ഒരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വേനഞ്ചിട്ട് ടീച്ചേഴ്സ് ടഫ് പേപ്പറായിട്ട് സെറ്റ് ചെയ്യും, സോ ദാറ്റ് ബോർഡ് സീം ടു ബി ഈസി. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്, ടഫായിട്ട് പ്രീ ബോർഡ് സെറ്റ് ചെയ്യും. അപ്പോൾ ഒരു പ്രീ ബോർഡ് മാർക്സ് ഡസ് നോട്ട് ഡിഫൈൻ യു. ഓക്കെ, അപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരിക്കലും പ്രീ ബോർഡ് മാർക്സിനെ അവർ കൺസിഡർ ചെയ്യരുത്. ഓക്കെ, ബട്ട് ദെൻ പിന്നെ വേറെ മാർക്കൊക്കെ നോക്കുമ്പം നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തതും പിന്നെ നിങ്ങൾക്ക് ഇൻറ്റർണൽ അസസ്മെൻറ്റ് തന്നതും, ഇൻറ്റർണൽ അസസ്മെൻറ്റിന് അവർ നടത്തിയ കുറേ പീരിയോഡിക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, കുറേ അസൈൻമെൻറ്റ്സ് ഉണ്ടാവും, പിന്നെ നിങ്ങൾ ആർട്ട് ഇൻറ്റഗ്രേറ്റഡ് പ്രൊജക്റ്റ് ഉണ്ട്, അതൊക്കെ നിങ്ങളെ റെക്കോർഡ് വർക്ക് ഉണ്ട്, അതൊക്കെ ആയിരിക്കും ഇനി നിങ്ങളുടെ മാർക്സിലേക്ക് ഒരു ഘടകം അതായിരിക്കും. പിന്നെ ചിലപ്പം നിങ്ങളുടെ അറ്റൻഡൻസും ഒരു ഭാഗമായി മാറാം. അങ്ങനെ ഇനി ഈ ബോർഡ് തീരുമാനിക്കണം എന്തൊക്കെ ആയിരിക്കും ദാറ്റ് ഈസ് ഗോയിങ് ടു ഡിസൈഡ് ദാറ്റ് വിൽ ഫെച്ച് യു മാർക്സ്. ഇനി ചില ആൾക്കാർ ഇങ്ങനെയും അഭിപ്രായം പറയുന്നുണ്ട്, ചിലപ്പം ഒരു ചെറിയ ഓൺലൈൻ എക്സാമും നടത്തിയിരിക്കാം, എല്ലാവർക്കും കോമൺ ആയിട്ട് മാർക്ക് കിട്ടുന്ന മാതിരി, അത്ര 80 മാർക്സിൻ്റെ പേപ്പർ അല്ലാതെ കുറഞ്ഞ മാർക്കിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ളത് ചെറിയ രീതിയിൽ ഒരു ഓൺലൈൻ എക്സാമും നടക്കാൻ സാധ്യതയുണ്ട്. അത് ഇനി ഉറപ്പായിട്ടില്ല. സോ ഈ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയൻ പേര് വെച്ചിട്ട് നമ്മൾ ഊഹിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഓൺ ദിസ് ബേസിസ് ദ CBSE വിൽ ഡിസൈഡ്. ഇനി ഇതിലിപ്പോൾ നടക്കാൻ പോകുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എൻ ആവറേജ് മാർക്കിംഗ് സ്കീം അല്ലേ. ആർക്കും കുറഞ്ഞ മാർക്ക് കിട്ടാൻ സാധ്യതയില്ല, ആർക്കും ഫുൾ നല്ല മാർക്ക് കിട്ടാനും സാധ്യതയില്ല. ഒരു ആവറേജ് മാർക്കിംഗ് സ്കീമാണ് ഉണ്ടാവാൻ പോകുന്നത്. ബട്ട് ദെൻ CBSE ഹാസ് കെപ്റ്റ് ദ ഡോർ ഓപ്പൺ ഫോർ ദ ചൈൽഡ്. എങ്ങനെ? if you are satisfied with your mark, then your result you go ahead with it. But children, if you are not satisfied with the mark that you get, then the CBSE is promising that you will be given a chance to have a written exam later when the conditions allow. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കേണ്ട, ഇതിപ്പോൾ ആരെങ്കിലും നടത്തോ, ഇതിപ്പോൾ സംഭവമാവോ? യെസ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി, ബിക്കോസ് ഓൾറെഡി CBSE has announced that you can write improvement exam അല്ലേ. നിങ്ങൾ എക്സാം എഴുതിയിട്ട് മാർക്ക് കുറയാണെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാനുള്ള സ്കോപ്പ് നിങ്ങൾക്ക് നേരത്തെ തന്നതാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇതും സാധ്യത തന്നെയാണ്. റിസൾട്ട് കിട്ടിയതിൻ്റെ ശേഷം നിങ്ങൾക്കത് തൃപ്തി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിട്ടേൺ എക്സാമിലേക്ക് പോകാം. ആ എക്സാമിൻ്റെ ഡേറ്റ് വന്ന് ഈ കൊറോണ ഒക്കെ ഒന്ന് അടങ്ങിയിട്ട് കുറച്ച് നിങ്ങൾക്ക് പോയി എക്സാം എഴുതാനുള്ള സേഫ്റ്റി ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ they will allow that. Okay, they will conduct that. We can hope for that. Okay, that will happen. അപ്പോൾ let us now wait. ഓക്കെ, ഇപ്പോൾ നമ്മൾ മനസ്സൊന്നും ചെറുതാക്കണ്ട, പഠിച്ചത് വേസ്റ്റായി എന്ന് വിചാരിക്കേണ്ട. ലെറ്റ് us വെയിറ്റ് ഫോർ അവർ റിസൾട്ട്സ്. Okay, our results, if we are satisfied with it, then no problem. And if we find that it is less than what we deserve, we can always write an exam later. So I think this is a very good decision at the right time. അല്ല, ഇപ്പോൾ നമ്മൾ കേരളത്തിനെ പറ്റി നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും സ്കൂളിൽ പോകുന്നുണ്ട്, പ്രീ ബോർഡ് നടക്കുന്നുണ്ട് ഒക്കെ ആയിരുന്നു. ബട്ട് ദെൻ അതർ സ്റ്റേറ്റ്സ് വെയർ ദ കണ്ടീഷൻ ഹാസ് ഗോൺ വേഴ്സ്,
സി ബി എസ് സിക്ക് എല്ലാവരെ പറ്റിയിട്ടും ആലോചിക്കണ്ടേ. അപ്പോൾ ആ സ്റ്റേറ്റ്സിലൊക്കെ കുട്ടികൾക്ക് സ്വന്തം സ്കൂൾ വരെ പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. പിന്നെ എങ്ങനെയാണ് സെൻട്രലിലൊക്കെ പോയിട്ട് എക്സാം എഴുതാൻ പറ്റുക? അപ്പോൾ ശരിക്കും എല്ലാവരും കൂടി ആലോചിച്ചിട്ട് എടുത്ത തീരുമാനമാണ്. But nothing was in anybody's hand. So it is kind of a fate of this year's 2021 batch. You rather call yourself the Corona batch. So it is your fate, children, that ഇങ്ങനത്തെ ഒരു ഡിസിഷൻ നിങ്ങൾ സമയത്തിലെടുത്ത്. കുറേ കുട്ടികൾക്ക് ഇത് ശരിക്കും റിലീവിങ് ആയിരിക്കും, കുറേ പേരൻസിന് അതിനേക്കാളും റിലീവിങ് ആയിരിക്കും. ഇനി പേരൻസിന് പഠിക്കീന്ന് പറയേണ്ട ആവശ്യമില്ല. കുട്ടികളും സഡനായിട്ടൊരു ഫ്രീഡം കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്ക്. ഇനി ഈ ഫ്രീഡം നിങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഈ ഫോണൊക്കെ ഒന്ന് വിട്ടുപിടി. ഇത്രയും ദിവസം ഫോണിൻ്റെ ബാക്കിലല്ലേ ഇഞ്ഞോ, ഈ ഫോണൊക്കെ ഒന്ന് വിട്ടുപിടി, കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് ഇനി നമുക്ക് റിസൾട്ട്സിന് വേണ്ടി കാത്തു നിൽക്കാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.